നമസ്കാരം. ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. എങ്ങനെ മാർക്കും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുനടയിൽ എന്ന കിരീടത്തിൽ ഉള്ളുലയ്ക്കുന്ന ഗാനം. ജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടാകുന്ന ദുരന്ത സംഭവ പരമ്പരകളുടെ തിരതള്ളലിൽ ഉലഞ്ഞുപോയ നായകന്റെ മനസ്സിനെ നൊമ്പരത്തോടെ കാട്ടുന്ന രംഗങ്ങൾ. സേതുമാധവനായി മോഹൻലാലും അച്ഛനായി തിലകനും അമ്മയായി കവിയൂർ പൊന്നമ്മയും ഹൃദയസ്പർശിയായി അഭിനയിച്ച സിനിമ. ശരിക്കും മോഹൻലാലിന്റെ അമ്മ തന്നെയാണോ എന്ന് തോന്നിക്കുന്ന അഭിനയം. സെറ്റിലും ജീവിതത്തിലും മോഹൻലാലിനോട് വിശേഷ വാത്സല്യമായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക്. എവിടെ കണ്ടാലും ഇരുവരും പരസ്പരം സ്നേഹം കോരിച്ചൊരിയുന്നതും കാണാം. ലാലേട്ടന്റെ അമ്മയായി കവിയൂർ പൊന്നമ്മ മതി എന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്ന നാളുകൾ. അപ്പോഴായിരുന്നു ലോഹിദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൽ കിരീടത്തിന്റെ വരവ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിൽ താൻ ഏറെ വിഷമിച്ചു പോയ സന്ദർഭത്തെക്കുറിച്ച് കവിയൂർ പൊന്നമ്മ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തിലകൻ ചേട്ടനുമായി മോഹൻലാൽ വഴക്കിട്ട് ഇറങ്ങിപ്പോകുന്ന രംഗമുണ്ട്. എനിക്കിവിടെ വേറെ മക്കളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ മോഹൻലാലിനെ ഇറക്കി വിടുകയാണ്. തിരിഞ്ഞു നോക്കിയാണ് കുട്ടൻ നടക്കുന്നത്. താൻ ഓടിച്ചെന്ന് വിളിക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്ക് എൻ്റെ ജീവിതം കൈവിട്ടു പോകുന്നു അമ്മയെന്ന്. അത് ചിത്രീകരിക്കുന്ന സമയത്ത് ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നുവെന്നാണ് കവിയൂർ പൊന്നമ്മ ഒരിക്കൽ പറഞ്ഞത്. നാടകവേദിയിൽ നിന്നാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തിയത്. അഭിനയം മാത്രമല്ല, ആലാപനത്തിലും മികവ് തെളിയിച്ചാണ് ഇവർ മുന്നേറിയത്. 5 വയസ്സ് മുതൽ സംഗീത പഠനം ആരംഭിച്ചിരുന്നു. 14ാമത്തെ വയസ്സിലാണ് നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ വേഷത്തെ അവതരിപ്പിച്ചിരുന്നു ഈ താരം. മിക്ക നായകന്മാരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിനോട് തനിക്ക് പ്രത്യേക വാത്സല്യമുള്ളതായും അവർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കുസൃതി നിറഞ്ഞ പെരുമാറ്റമാണ് അതിന് കാരണമെന്നും അവർ നേരത്തെ പറഞ്ഞിരുന്നു. സെറ്റിൽ എല്ലാവരോടും തമാശയൊക്കെ പറഞ്ഞാണ് ലാലുവിന്റെ നടപ്പെന്നും അവർ പറഞ്ഞിരുന്നു. മോഹൻലാലിന്റെ മാത്രം അമ്മയായി അഭിനയിച്ചാൽ മതിയെന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നതായും അവർ പറയുന്നു. അദ്ദേഹം സ്വന്തം മകനെ പോലെ തന്നെ ആയതിനാൽ പല രംഗങ്ങളിലും താൻ വിഷമിച്ചാണ് അഭിനയിച്ചതെന്നും അവർ പറയുന്നു. കിരീടത്തിലെ അനുഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും സങ്കടം വരുമെന്നും അവർ ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു. പൊതുപരിപാടികൾക്കും മറ്റ് ചടങ്ങുകൾക്കുമൊക്കെ പോകുമ്പോൾ പലരും മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഏത് മോനെന്ന് ചോദിക്കുമ്പോൾ മോഹൻലാലിനെ കുറിച്ചാണ് പറഞ്ഞതെന്നൊക്കെ അവരൊക്കെ പറയാറുള്ളത്. ലാലിനെ കുട്ട എന്നാണ് താൻ വിളിക്കാറുള്ളതെന്നും താൻ പ്രസവിച്ചില്ലെങ്കിലും സ്വന്തം മോനെ പോലെയാണ് അദ്ദേഹമെന്നും അവർ പറയുന്നു. ലാലിന്റെ കുടുംബവുമായി തനിക്ക് അടുപ്പമുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഒരിക്കൽ. ഈ മികച്ച അഭിനേത്രി ഓർമ്മയാകുമ്പോൾ മലയാളികൾക്ക് സ്ക്രീനിലെ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഇല്ലാതാവുകയാണ്. 8ഓളം സിനിമകളിൽ പാടിയിട്ടുണ്ട്. 25ലേറെ ടെലിവിഷൻ പരമ്പരകളിലും വേഷമിട്ടു. സത്യൻ, മധു, പ്രേം നസീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. 1000ഓളം സിനിമകളിൽ അഭിനയിച്ചു. മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചു. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 4 വട്ടം നേടി. സിനിമാ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ്. എന്നാൽ ഈ ബന്ധം അധികാലം നീണ്ടു നിന്നില്ല. ഇരുവരും വേർപിരിയുകയായിരുന്നു. മകൾ ബിന്ദു, മരുമകൻ വെങ്കട്രാം US യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ പ്രൊഫസറാണ്. പത്തനംതിട്ടയിലെ കവിയൂരിൽ TP ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി 1944 ജനുവരി 6-നാണ് പൊന്നമ്മ ജനിച്ചത്. അന്തരിച്ച നടി കവിയൂർ രേണുകയടക്കം ഇളയ 6 സഹോദരങ്ങൾ കൂടിയുണ്ട് പൊന്നമ്മയ്ക്ക്. 1 വയസ്സുള്ളപ്പോൾ കവിയൂരിൽ നിന്ന് കോട്ടയത്തെ പൊൻകുന്നത്തേക്ക് താമസം മാറി. അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താല്പര്യത്താൽ കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ചിരുന്നു. MS സുബ്ബലക്ഷ്മിയെ പോലെ വലിയ പാട്ടുകാരിയാകണമെന്നതായിരുന്നു താരത്തിന്റെ ആഗ്രഹം. 12 വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകൻ G ദേവരാജൻ നാടകത്തിൽ പാടാനായി പൊന്നമ്മയെ ക്ഷണിച്ചു. തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത്. പിന്നീട് അതേ നാടകത്തിൽ നായികയെ കിട്ടാതെ വന്നപ്പോൾ ഭാസിയുടെ നിർബന്ധത്താൽ നായികയാകേണ്ടി വന്നു. പിന്നെ KPSCയിലെ പ്രധാന നടിയായി മാറിയ പൊന്നമ്മ പ്രതിഭ ആർട്സ് ക്ലബ്, കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സമിതികളിലും പ്രവർത്തിച്ചു. പുതിയ ആകാശം, പുതിയ ഭൂമി, ഡോക്ടർ, അൾത്താര, ജനനി, ജന്മഭൂമി തുടങ്ങിയ നാടകങ്ങളിലെ പ്രകടനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു.